മനുഷ്യജീവിയിലെ സ്വാഭാവിക പൂർണ്ണതയുടെ ഇതൾവിടർത്തലാണ്, പൂവിടർത്തലാണ് വിദ്യാഭ്യാസം എന്ന് ജീൻ ജാക്വിസ് റൂസോ, ജനീവയിലെ ഋഷിവര്യനായ ചിന്തകൻ. വ്യക്തിയിൽ ഇതിനകം തന്നെയുള്ള പൂർണ്ണതയുടെ യാഥാർത്ഥ്യമാക്കപ്പെടലാണ് വിദ്യാഭ്യാസം എന്ന് നമ്മുടെ കിഴക്കിന്റെ പണ്ഡിതൻ സ്വാമി വിവേകാനന്ദൻ. ഈ രണ്ടു ദർശനങ്ങളുടെയും ഒരു ഹൈലൈറ്റായി വരുന്ന, കുറച്ചുകൂടി ഒരു എത്നിക് ലെവലിലേക്ക് ഉയരുന്ന ഒരു ദർശനമാണ് പൗലോ ഫ്രയറുടേത്. 20-ാം നൂറ്റാണ്ടിലെ ബ്രസീലിയൻ ചിന്തകൻ പൗലോ ഫ്രയർ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രകടനമാണ്. ബ്രസീലിലെ കർഷകരെ വായന പഠിപ്പിച്ചതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടായ നവചിന്തകൾ, ദർശനങ്ങൾ, മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന എക്കാലത്തെയും വിഖ്യാത വിദ്യാഭ്യാസ ഗ്രന്ഥത്തിന് അദ്ദേഹം രൂപം നൽകി. അതിൽ നിന്ന് ഉയർക്കൊണ്ട നവദർശനങ്ങൾ വിമർശനാത്മക വിദ്യാഭ്യാസം, ക്രിട്ടിക്കൽ പെഡഗോഗി, നിലവിലുള്ള വിദ്യാഭ്യാസം, പരമ്പരാഗത വിദ്യാഭ്യാസം, അത് ബാങ്കിങ് എഡ്യൂക്കേഷൻ ആണെന്ന് അദ്ദേഹം നാമകരണം ചെയ്യുന്നു. പഠിതാവിനെ നിഷ്ക്രിയനായി കണ്ടുകൊണ്ട് ലംബദിശയിലുള്ള ഈ വിദ്യാഭ്യാസ രീതിയിൽ പഠിതാവ് ഒരു ഒഴിഞ്ഞ പാത്രമായി മാറുന്നു. അതിലേക്ക് വസ്തുതകൾ, ആശയങ്ങൾ, അറിവ് എന്നിവയുടെ നിക്ഷേപം നടക്കുന്നു. ചൈൽഡ്സ് മൈൻഡ് ഈസ് എ ടാബ്ല റാസ എന്ന പരമ്പരാഗത വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചിന്ത. ഇത് പോറ്റി വളർത്തുന്ന വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം പറയുന്നു. പരമ്പരാഗതമായ പുരാണങ്ങളെ സംയോജിപ്പിക്കുന്ന, ചേർത്തു നിർത്തുന്ന വിദ്യാഭ്യാസം. ഇതിൽ പുതുമാതൃകകളില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, വിദ്യാഭ്യാസം സ്ഥിരശ്ചീന രീതിയിലാകണം. ഇവിടെ അധ്യാപകരും പഠിതാക്കളും അറിവിന്റെ സഹനിർമ്മാതാക്കളായി മാറുന്നു. ജനാധിപത്യ രീതി, സർഗാത്മക രീതി. പഠിതാവ് അധ്യാപകരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. സംഭാഷണത്തിന്റെ, സംവദനത്തിന്റെ, വിമർശനത്തിന്റെ രീതി. ലോകത്തെ കുറച്ചുകൂടി സർഗാത്മകമായി കാണാനുള്ള കുറച്ചുകൂടി ധാരണകൾ രൂപപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ രീതി. ഇതിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിമർശനാത്മക വിദ്യാഭ്യാസത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോഴും ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ്സുകളായി തന്നെ അവശേഷിക്കുന്നു. ഈ ദർശനങ്ങളുടെ എല്ലാം ആപ്ലിക്കേഷൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, എങ്കിലും ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. കുറച്ചുകൂടി ലോകത്തെ സർഗാത്മകമായി കാണുന്നതിനുള്ള, പുതുമാതൃകകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഈ വിദ്യാഭ്യാസ രീതി, നമുക്കിതെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് ഈ ദർശനങ്ങൾ കൂടി സ്വീകരിച്ച് വിദ്യാഭ്യാസത്തെ കുറച്ചുകൂടി സർഗാത്മകമാക്കാം.